രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ കോൺഗ്രസിന് കൃത്യമായ അഭിപ്രായമുണ്ടെന്ന് കെ.സി. വേണുഗോപാൽ. പങ്കെടുക്കുന്നതിനെതിരെ വി.ഡി. സതീശൻ ഹൈക്കമാൻഡിനെ എതിർപ്പ് അറിയിച്ചു. കോൺഗ്രസ് പങ്കെടുക്കരുത് എന്ന കേരള ഘടകത്തിന്റെ അഭിപ്രായം കെ.സി. വേണുഗോപാലിനെ അറിയിച്ചുവെന്ന് കെ. മുരളീധരൻ പറഞ്ഞു. കെ. മുരളീധരൻ പറഞ്ഞതിനെക്കുറിച്ച് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണമെന്ന് കെ.പി.സി. പ്രസിഡന്റ് കെ. സുധാകരൻ മറുപടി നൽകി. കോൺഗ്രസ് പങ്കെടുക്കണമോ എന്നത് തീരുമാനിക്കേണ്ടത് അഖിലേന്ത്യാ നേതൃത്വമാണെന്നും ഇതുവരെ അഭിപ്രായം ചോദിച്ചിട്ടില്ല എന്നുമായിരുന്നു കെ. സുധാകരന്റെ പ്രതികരണം. വിശ്വാസികളുള്ള പാർട്ടി ആയതുകൊണ്ട് തീരുമാനമെടുക്കാൻ സമയം വേണമെന്ന് ശശി തരൂർ പ്രതികരിച്ചു. അത് ഒരു ക്ഷേത്ര നിർമ്മാണമല്ലേ. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നിലപാടുകൾ എല്ലാ കാര്യത്തിലുണ്ട്. ഇത്തരം കാര്യങ്ങൾ രാഷ്ട്രീയ പ്രചരണ ആയുധമാക്കുന്നതിനോട് പാർട്ടിക്ക് ഒരു കാരണവശാലും യോജിപ്പില്ല. ഇല്ല, കോൺഗ്രസ് ഇതുവരെയായി ഒരു നിലപാടെടുത്തിട്ടില്ല. അതിൽ കേരളത്തിലെ പാർട്ടിയുടെ വികാരം ഞങ്ങൾ ശ്രീ കെ.സി. വേണുഗോപാലിനെ അറിയിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും അതിൽ പങ്കെടുക്കരുതെന്നാണ് കേരളത്തിലെ പാർട്ടി നേതൃത്വത്തിൻ്റെ തീരുമാനം. അത് AICC തീരുമാനിക്കേണ്ടത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അല്ല. അത് അവിടെ തീരുമാനിക്കും. അത് മുരളിയോട് ചോദിക്കുക. എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? അത് മുരളിയോട് ചോദിക്കുക. ഞങ്ങൾ KPCCയോട് അഭിപ്രായം ചോദിച്ചാൽ KPCC അഭിപ്രായം പറയും. കോടതി തീരുമാനം വന്ന ശേഷം പിന്നെ തർക്കമുണ്ടാവാൻ സ്ഥലമില്ല. സുപ്രീം കോടതി പറഞ്ഞു ഇവിടെ ഒരു ക്ഷേത്രം കെട്ടാണ്. അത് കഴിഞ്ഞിട്ട് ആ വിഷയത്തെക്കുറിച്ച് തർക്കമില്ല. ഞങ്ങൾക്ക് വ്യക്തികളായിട്ട് അവിടെ പോകാനും അവകാശമുണ്ട്. പക്ഷേ അതിൻ്റെ സമയം, അതിൻ്റെ സർക്കംസ്റ്റാൻസസും നമ്മൾ നോക്കണം. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇതൊരു രാഷ്ട്രീയ വേദിയായി മാറി വരുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ അന്യൻ്റെ ഒരു രാഷ്ട്രീയ വേദിയിൽ പങ്കെടുക്കണോ? അതോ നമ്മൾക്ക് നമ്മളുടെ സൗകര്യം പ്രകാരം നമ്മുടെ ക്ഷേത്രത്തിൽ പോയി ഹിന്ദുക്കൾ പ്രാർത്ഥിച്ചൂടെ? നോബൽ മാരിക്കാരൻ, ഒപ്പം തന്നെ കെ. അഭിലാഷ് റോഷിപാൽ തുടർന്നു. ആദ്യം നമ്മോടൊപ്പം നോബൽ മാരിക്കാരൻ. നോബൽ, കെ.സി. വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നത് ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുന്നതിനെതിരെ നിലപാട് സ്വീകരിക്കുമെന്നാണ്. ശശി തരൂർ കേരളത്തിൽ പറഞ്ഞിരിക്കുന്നത് ആ നിലയിൽ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുന്ന ഒരു വേദിയിലേക്ക് കോൺഗ്രസ്സുകാർ പോകേണ്ടതുണ്ടോ എന്നാലോചിക്കാം. ഒരു ക്ഷേത്രം എന്ന നിലയിൽ വിശ്വാസികൾക്ക് പിന്നീട് പോകാമല്ലോ എന്നാണ്. ഇക്കാര്യത്തിലൊരു വ്യക്തത വന്നിട്ടില്ല എന്ന് നമുക്കറിയാം. എങ്കിൽ തന്നെയും കോൺഗ്രസ് കേരള ഘടകത്തിൻ്റെ ഒക്കെ തന്നെയും വ്യത്യസ്ത അഭിപ്രായം സ്വീകരിച്ചുകൊണ്ടൊരു പൊതു നിലപാട് എപ്പോഴെടുക്കുമെന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. നികേഷ്, ഈ അയോധ്യ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിൽ എന്താണെങ്കിലും വിവിധ അഭിപ്രായങ്ങൾ ഉണ്ട്. കോൺഗ്രസ് പ്രതിസന്ധിയിലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് ഹിന്ദി ഹൃദയഭൂമിയിലെ പല PCCകൾക്കും ഇതിൽ കോൺഗ്രസ് പങ്കെടുക്കണം എന്ന ആവശ്യമാണ് ഉള്ളത്. പ്രത്യേകിച്ച് ഒരു ഹിന്ദുത്വ രാഷ്ട്രീയം ഉൾപ്പെടെ നമുക്കറിയാം ഹിന്ദി ഹൃദയഭൂമിയിൽ ശക്തമായി തന്നെ വേരോട്ടമുള്ള മേഖലയാണ്. അതുകൊണ്ട് തന്നെ ചില PCCകൾക്ക് ഇതിൽ പങ്കെടുക്കണം എന്ന ആവശ്യം ഉണ്ട്. അതേസമയം കേരളം പോലെ അല്ലെങ്കിൽ ബംഗാൾ പോലുള്ള ചില PCCകൾക്ക് ഇതിൽ പങ്കെടുക്കരുത് എന്നാണ് ഒരു നിലപാടുള്ളത്. കോൺഗ്രസ് എന്താണെങ്കിലും വലിയ പ്രതിസന്ധിയിൽ ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ന്യൂനപക്ഷ വോട്ടുകൾ എതിരാകും. പങ്കെടുത്തില്ലെങ്കിൽ പൂർണ്ണമായും വടക്കേ ഇന്ത്യയിലും ഒപ്പം ഹിന്ദി ഹൃദയ ഭൂമിയിലൊക്കെ വലിയ തിരിച്ചടി ഉണ്ടാകും. വലിയ പ്രതിസന്ധിയിലാണ് കോൺഗ്രസ് ഈ ഘട്ടത്തിൽ ഉള്ളത്. ഇന്നിപ്പോൾ കെ.സി. വേണുഗോപാലിനോട് പറഞ്ഞു ചോദിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയതിൽ കൃത്യമായി കോൺഗ്രസിന് നിലപാടുണ്ട് എന്നാണ്. അതായത് 22-ാം തീയതിയാണ് ഈ ചടങ്ങുള്ളത്. ആ ചടങ്ങിലേക്ക് അടുക്കുമ്പോഴായിരിക്കും ഇതിൽ കോൺഗ്രസ് ഇതിലൊരു കൃത്യമായ നിലപാട് പരസ്യപ്പെടുത്തുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനു മുൻപ് ഒരു നിലപാട് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായും വലിയ വിവാദങ്ങളിലേക്ക് പോകുമെന്ന കൃത്യമായ ധാരണ കോൺഗ്രസിന് ഉണ്ട്. പല നേതാക്കളുടെ അഭിപ്രായങ്ങൾ പിന്നാലെ പുറകെ വരാനുള്ള സാധ്യതയും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായത്തിലേക്ക് ഈ ഘട്ടത്തിൽ പോകാത്തത്. അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ പലരും ഇതിൽ പങ്കെടുക്കില്ല എന്നും പങ്കെടുക്കുമെന്നും വ്യക്തമാക്കിയ സാഹചര്യമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കാര്യം ഇന്നിപ്പോൾ കെ.സി. വേണുഗോപാലാണ് ചോദിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത് ഓരോ പാർട്ടികൾക്കും അവരുടേതായ നിലപാട് ഉണ്ട് എന്നുള്ളതാണ്. എന്താണെങ്കിലും ഈ ഹിന്ദി ഹൃദയഭൂമിയിൽ കോൺഗ്രസിന് നിലവിലത്തെ സാഹചര്യത്തിൽ വലിയ തിരിച്ചടി കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിൽ, അതായത് ഛത്തീസ്ഗഡ്, അതോടൊപ്പം രാജസ്ഥാൻ, മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. അത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് എത്തിക്കുന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. BJP ആകട്ടെ ഈ വിഷയത്തെ കൃത്യമായി തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണ ആയുധമാക്കാൻ വേണ്ടി ഒരുക്കുകയും ചെയ്യുന്നുണ്ട്. കോൺഗ്രസ് ഈ BJPയുടെ കെണിയിൽ വീഴില്ല എന്ന് കെ.സി. വേണുഗോപാൽ പറയുമ്പോഴും വലിയ പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസ് ഇതിനോടകം തന്നെ പോയി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാണ് നമ്മളിപ്പോൾ കേരളത്തിൽ കാണുന്ന പല വിഭാഗം ആളുകളിൽ നിന്നുള്ള പ്രതികരണങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. സമാനമായ പ്രശ്നം മറ്റ് പശ്ചിമ ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് നേരിടാൻ ഇടയുണ്ട് എന്നാണ് നമുക്ക് അറിയുന്നത്. നിലവിൽ സോണിയാഗാന്ധിക്കും മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കും ഒപ്പം അധിർ രഞ്ജൻ ചൗധരിക്കും ഇതിൽ ക്ഷണം ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സോണിയാഗാന്ധി എന്താണെങ്കിലും അനാരോഗ്യം മൂലം പങ്കെടുക്കാൻ ഇടയില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതൊരു കാരണമായി പറയും എന്ന് ഏറെക്കുറെ ഉറപ്പാണ്.
മല്ലികാർജ്ജുൻ ഖാർഗെയും അത്തരത്തിൽ ഒരു നിലപാടായിരിക്കും, പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് ഒപ്പം മതേതര വിഷയമൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം നിരന്തരം പോരാടുന്നതുകൊണ്ട് അദ്ദേഹവും അതിൽ പങ്കെടുക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. പിന്നെയുള്ളത് അധിർ രഞ്ജിത്ത് ചൗധരിയാണ്. പക്ഷേ പശ്ചിമ ബംഗാൾ PCCയുടെ നിലപാട് ഇതിൽ നിർണായകമാണ്. അദ്ദേഹം അവിടുത്തെ PCC എന്താണെങ്കിലും ഇതിൽ പങ്കെടുക്കേണ്ട നിലപാട് ഇതിനോടകം തന്നെ പങ്കുവച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ എങ്ങനെയായിരിക്കും കോൺഗ്രസ് ഈ പ്രശ്നത്തെ പരിഹരിക്കുക എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. ആ പ്രതിസന്ധി ഇപ്പോഴും കോൺഗ്രസിനുണ്ട്. എന്നാൽ ദിഗ്വിജയ് സിംഗ് പോലുള്ള മുതിർന്ന നേതാക്കൾ, പ്രത്യേകിച്ച് മധ്യപ്രദേശിലെ നേതാവാണ്, അവർക്കൊക്കെ ഇതിൽ പങ്കെടുക്കണം. നേരത്തെ ഈ ചടങ്ങിൽ, അതായത് രാമക്ഷേത്ര നിർമ്മാണ വേളയിൽ തന്നെ അങ്ങോട്ടൊരു കല്ല് കൊടുത്തു വിട്ടയാളാണ് ദിഗ്വിജയ് സിംഗ്. അങ്ങനെ ഒരു വിഭാഗം നേതാക്കൾക്ക് പങ്കെടുക്കണമെന്ന പ്രശ്നം ആവശ്യമുണ്ട്. എന്താണെങ്കിൽ നിലവിൽ കോൺഗ്രസ് പ്രതിസന്ധിയിലാണ്. 22-ാം തീയതിയാണ് ചടങ്ങ്. ആ ചടങ്ങിലേക്ക് എത്തുമ്പോഴായിരിക്കും കോൺഗ്രസ് ഇതിനൊരു വ്യക്തത വരുത്തിയുള്ളൂ. നിലവിലത്തെ സാഹചര്യത്തിൽ ഇതിൽ കോൺഗ്രസ് നിലപാടുണ്ട് എന്ന് പറയുന്നതല്ലാതെ എന്താണ് ആ നിലപാട് എന്ന കാര്യത്തിൽ നേതാക്കൾക്ക് വിവരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം കൂടി ദേശീയ തലത്തിൽ നിന്ന് ഉണ്ട്. നികേഷ്, തീർച്ചയായും AK അഭിലാഷ് നമ്മോടൊപ്പം. അഭിലാഷ്, അല്പം മുമ്പ് അഭിലാഷ് കെ മുരളീധരൻ്റെ സൗണ്ട് ബൈറ്റ് എടുത്തിരുന്നു. അതിൽ കെ മുരളീധരൻ പറയുന്നത് കേരള ഘടകത്തിൻ്റെ തീരുമാനം പങ്കെടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ലഭ്യമാകുന്ന മറ്റു പ്രതികരണങ്ങൾ കൂടിയുണ്ട്. പ്രത്യേകിച്ച് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കുന്നു. അയോധ്യ ക്ഷേത്ര ഉദ്ഘാടനം വൈകാരിക പ്രശ്നമായി കാണരുത്. ഈ പ്രശ്നത്തെ രാഷ്ട്രീയ സങ്കുചിത താല്പര്യങ്ങൾക്ക് ആരുപയോഗിച്ചാലും അത് സംഘപരിവാർ ശക്തികളെ സഹായിക്കാൻ മാത്രമേ ഉപകരിക്കൂ എന്നാണ്. നേരിട്ട് പങ്കെടുക്കരുത് എന്ന് പറയുകയാണ് കെ മുരളീധരന് പുറമെ ഇപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. എന്ന് വെച്ചാൽ വടക്കേ മലബാറിലുള്ള നേതാക്കളെല്ലാം തന്നെയും സമാനമായ നിലപാടിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഈ സമ്മർദ്ദം എങ്ങനെ കോൺഗ്രസ് അതിജീവിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നികേഷ്, പ്രധാന വിഷയം ഇത് തന്നെയാണ്. വടക്കേ മലബാറിലെ നേതാക്കളൊക്കെ എല്ലാം ഒരേ സ്വരത്തിൽ തന്നെ പറയുന്നു ഈ പരിപാടിയിൽ പങ്കെടുക്കുക ാണ് അവർ മുന്നോട്ട് വെക്കുകയും ചെയ്തത്. പ്രധാനമായും സമസ്ത ഇന്നലെ സുപ്രഭാതം ദിനപത്രത്തിലൂടെ അതിൻ്റെ എഡിറ്റോറിയലിലൂടെ കൃത്യമായി പറയുന്നുണ്ട്. കാരണം ഈ പരിപാടിയിൽ പങ്കെടുക്കരുത്, കോൺഗ്രസിൻ്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒരു പരിപാടി തന്നെയായിരിക്കും ഇത് എന്നുള്ള കാര്യം കൂടിയാണ് അവർ പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരു പരാതിയും ആശങ്കയും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് കെ മുരളീധരൻ്റെ ഇത്തരത്തിലുള്ള പ്രസ്താവന വന്നിരിക്കുന്നത്. അതായത് സംസ്ഥാന ഘടകത്തിൻ്റെ ഒരു തീരുമാനം എന്ന് പറയുന്നത് ഈ പരിപാടിയിൽ പങ്കെടുക്കരുത് എന്നുള്ള കാര്യം തന്നെയാണ്. ഇത് KC വേണുഗോപാലിനെ നേരിട്ട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ദേശീയ തലത്തിൽ എന്ത് തീരുമാനമെടുക്കുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ തീർത്ത് പറയാൻ കഴിയില്ല. അതായത് സമാജ്വാദി പാർട്ടിയും ശിവസേന അടക്കമുള്ള കക്ഷികൾ ഇപ്പോൾ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് വിശ്വാസികളുടെയും അതോടൊപ്പം തന്നെ അവിശ്വാസികളെയും ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും വികാരം ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ കോൺഗ്രസിന് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയൂ എന്നുള്ള കാര്യം കൂടി പറയുന്നു. അതോടൊപ്പം തന്നെ അവർ സമസ്തയ്ക്കടക്കം മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് BJPയുടെ ഒരു ചതിക്കുഴിയാണ്. ഈ ചതിക്കുഴിയിൽ വീഴാതെ മുന്നോട്ട് പോകണം. അതിന് കോൺഗ്രസിന് കഴിയണം. കഴിഞ്ഞ 150 വർഷത്തെ ചരിത്ര പാരമ്പര്യം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചതിക്കുഴിയിൽ വീഴാതെ മുന്നോട്ട് പോകാൻ ശ്രമം കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ ഭാഗത്തും ഉണ്ടാവണം എന്നുള്ള കാര്യം കൂടി പറയുന്നു. അതായത് സമസ്തയെ പൂർണ്ണമായും വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് തന്നെ അവരുടെ ആശങ്ക തങ്ങളെ കൂടി സംസ്ഥാന ഘടകത്തിന്റെ കൂടി ആശങ്കയാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് കെ മുരളീധരൻ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ CPIM-ന് ഏത് തരത്തിലുള്ള നിലപാട് വേണമെങ്കിലും സ്വീകരിക്കാൻ അവർ അവിശ്വാസികളുടെ പാർട്ടിയാണ്. പക്ഷേ കോൺഗ്രസിന് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ദേശീയ നേതൃത്വം ഇത്തരത്തിലൊരു പരിപാടിയിൽ പങ്കെടുക്കാനുള്ള സാധ്യതയിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. നികേഷ്, ഇപ്പോൾ ജേക്കബ് ജോർജ്, മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകൻ നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ ജേക്കബ് ജോർജ്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കീറാമുട്ടിയാവുകയാണോ ഈ രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്ന കാര്യം? ശ്രീ ജേക്കബ് ജോർജ്. റോഷിപാൽ നമ്മോടൊപ്പം ഉണ്ട്. റോഷിപാൽ, കേരള ഘടകത്തിൽ ഒരുപക്ഷെ ഏതാണ്ട് എല്ലാ നേതാക്കൾക്കും ഒരേ അഭിപ്രായം ആയിരിക്കാം. കെ സുധാകരൻ്റെ അഭിപ്രായം വന്നിട്ടില്ല എങ്കിൽ കെ സുധാകരൻ അക്കാര്യത്തിൽ എന്താണ് ചിന്തിക്കുന്നത് നമുക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ ഒരു സൗണ്ട് ബൈറ്റ് മാത്രമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ബാക്കി എല്ലാവർക്കും ഏതാണ്ട് ഇങ്ങനെ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ളതായിരിക്കും. പക്ഷേ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് അസാധ്യമായ കാര്യമാണ് എന്നാണ് നമ്മൾ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കൂടി ഈ വിഷയത്തെ ഉപയോഗിച്ചു എന്ന് കാണുമ്പോൾ മനസ്സിലാക്കേണ്ടിയിരുന്നത്. അപ്പോൾ കേരളത്തിലെ നേതൃത്വം, കേരളത്തിലെ കോൺഗ്രസ്, KPCC ഒരു ഏകോപിതമായൊരു അഭിപ്രായം ഇക്കാര്യത്തിൽ AICC അറിയിക്കുന്നുണ്ടോ? നികേഷ്, ഒന്ന് ഈ ദേശീയ തലത്തിൽ കോൺഗ്രസ് ഒരു കൃത്യമായ തീരുമാനമെടുക്കാൻ പറ്റാത്ത സാഹചര്യം. ഒന്ന്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്നു. ഈ ഘട്ടത്തിൽ ഈ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തില്ലെങ്കിൽ നേരത്തെ നോബൽ മാരിക്കാരൻ സൂചിപ്പിച്ചതുപോലെ ഉണ്ടായേക്കാവുന്ന തിരിച്ചടിയാണ് ആശങ്കപ്പെടുന്നത്. അതിനപ്പുറത്ത് കേരളം അല്ലെങ്കിൽ പശ്ചിമ ബംഗാൾ ഉൾപ്പെടെയുള്ള 1-2 സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് നേതൃത്വം മാത്രമാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതില്ല, പങ്കെടുക്കരുത് എന്ന ശക്തമായ അഭിപ്രായം ഉന്നയിച്ചിട്ടുള്ളത്. മറ്റു സംസ്ഥാനങ്ങൾ കൃത്യമായി പങ്കെടുക്കണമെന്ന അഭിപ്രായം ഉന്നയിക്കുന്ന സാഹചര്യമുണ്ട്. കേരളത്തിൽ തന്നെ ചില നേതാക്കൾ
പരസ്യമായി പറയുന്നില്ലെങ്കിലും പങ്കെടുക്കണം എന്ന അഭിപ്രായം മുതിർന്ന നേതാക്കൾ തന്നെ പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം ഈ ചടങ്ങിൽ പങ്കെടുത്തില്ലെങ്കിൽ ആ രാമക്ഷേത്രം അത് BJPയുടെ സംഘപരിവാറിന്റെ ഒരു ക്ഷേത്രമാക്കി അവർ മാറ്റും. ആ തരത്തിലുള്ള ഒരു സന്ദേശമായിരിക്കും അത് രാജ്യത്തിന് നൽകുക എന്ന അഭിപ്രായമാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കണം എന്ന് ആവശ്യപ്പെടുന്നവർക്കുള്ളത്. ഏതായാലും സംസ്ഥാനത്ത് പല നേതാക്കളും, പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കം K മുരളീധരൻ അടക്കമുള്ളവർ അവർ അവരുടേതായ അഭിപ്രായം AICCയെ അറിയിച്ചു. ഹൈക്കമാൻഡ് പ്രതിനിധിയായി തന്നെ KC വേണുഗോപാലിനെ കൃത്യമായി അവർ അറിയിച്ചിട്ടുണ്ട്. എന്നാലും ഒരു ഏകോപിപ്പിച്ച് KPCCയുടേതായ ഒരു അഭിപ്രായം ഹൈക്കമാൻഡിന് നൽകിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ നേതാക്കൾ അവരുടേതായ അഭിപ്രായം, എതിർക്കുന്നവർ ഈ ചടങ്ങിൽ പങ്കെടുക്കരുതെന്ന് ശക്തമായി ആവശ്യപ്പെടുന്ന നേതാക്കളാണ് ഹൈക്കമാൻഡിനെ തങ്ങളുടെ അഭിപ്രായം അറിയിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ അഭിപ്രായമാണ്. K മുരളീധരൻ അടക്കമുള്ള MP-മാർ അവരുടേതായ അഭിപ്രായം രേഖപ്പെടുത്തി കഴിഞ്ഞു. പ്രത്യേകിച്ച് സമസ്ത ഇക്കാര്യത്തിൽ പരസ്യമായി നിലപാട് സ്വീകരിച്ച ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ വടക്കൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ സ്വാഭാവികമായും ഈ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കരുത് എന്ന അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കും. ആ കാര്യത്തിൽ ഒരു വ്യത്യസ്ത അഭിപ്രായം അവർക്ക് വരാനില്ല. പക്ഷേ എന്നാലും മറ്റു ചില പ്രധാന നേതാക്കൾ പങ്കെടുക്കണം എന്നത് അത് പ്രായോഗിക രാഷ്ട്രീയം എന്നതായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവർ പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 3 മാസം മാത്രം ബാക്കി നിൽക്കുന്നു. ഈ ഘട്ടത്തിൽ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ നിന്നും കോൺഗ്രസ് പ്രതിനിധികൾ വിട്ടുനിന്നാൽ അത് BJP രാഷ്ട്രീയമായി ഉപയോഗിക്കും. ക്ഷേത്രത്തെ തന്നെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ BJP ശ്രമിക്കുന്നുണ്ട്.